ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ, തമസിൻ്റെ നേരങ്ങളിൽ നമുക്ക് നേരെ പ്രകാശത്തിൻ്റെ വാതിൽ തുറന്നിടുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തമസിൻ തിരശീല നീങ്ങി, മനസ്സിൽ മങ്ങാത്ത സ്നേഹത്തിൻ മണിദീപം തെളിഞ്ഞു. ജപമാല മന്ത്രത്തിൻ മൃദുസ്വനമുണർന്നു. അകതാരിൽ ശാന്തി തൻ പൂമഴയായി. തമസിൻ തിരശീല നീങ്ങി, മനസ്സിൽ മങ്ങാത്ത സ്നേഹത്തിൻ മണിദീപം തെളിഞ്ഞു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സസ് 5 and 6. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഫെയ്ത്ത് ബിഗിൻസ് വെയർ ഹ്യൂമൻ സർട്ടനിറ്റി എൻഡ്സ്. മനുഷ്യൻ്റെ വ്യക്തതകളും ധാരണകളും അവസാനിക്കുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. ദൈവാശ്രയത്വം എന്നാൽ നമ്മുടെ ഭാവിയെ, മുന്നോട്ടുള്ള യാത്രയെ കർത്താവിന് വിട്ടുകൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചോദ്യങ്ങളെ, നമ്മുടെ സംശയങ്ങളെ ഒക്കെയും കർത്താവിൻ്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നതാണ്. 15 നോമ്പിൻ്റെ ഈ കാലത്ത് മറിയം ഈ കാര്യത്തിലും നമുക്ക് മാതൃകയാവുകയാണ്. ദൈവിക പദ്ധതിയുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ടല്ല മറിയം സമ്മതം പറഞ്ഞത്. മറിച്ച് അവളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് ഭരമേൽപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലുമുണ്ട് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്, അൺഎക്സ്പെക്റ്റഡ് ടേൺസ്, ഹിഡൻ റോഡ്സ്. ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ, അവിചാരിതമായ വളവ് തിരിവുകൾ, വ്യക്തതയില്ലാത്ത ഇരുട്ട് പടർന്ന വഴികൾ. വിശ്വാസമെന്നത് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അറിയുന്നതല്ല, മറിച്ച് നമ്മെ നയിക്കുന്നവനെ അറിയുന്നതാണ് വിശ്വാസം. മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള വ്യക്തതയല്ല, മുമ്പേ നടക്കുന്നവനെക്കുറിച്ചുള്ള വ്യക്തതയാകട്ടെ വിശ്വാസം. എൻ്റെ കർത്താവ് തമ്പുരാൻ എൻ്റെ മുമ്പേ നടക്കുന്നുണ്ട്. ഇനി മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ഇടയൻ എൻ്റെ മുമ്പേ ഉണ്ടെന്ന് വിശ്വസിക്കുക. ഈ ദിവസം നമ്മുടെ എല്ലാ ആകുലതകളെയും മറിയത്തെ പോലെ കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പിക്കാം. ചോദ്യങ്ങളെ, സംശയങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കാം. മറിയത്തെ പോലെ ഭയത്തേക്കാൾ ദൈവാശ്രയത്വത്തിൽ ശരണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ വഴികൾ, നിന്റെ പദ്ധതികൾ എനിക്ക് മനസ്സിലാകാതെ വരുമ്പോഴും നിന്റെ ഹൃദയത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ, നിന്നിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. നീ നടക്കുന്ന വഴിയെ, നീ തെളിക്കുന്ന വഴിയെ മറിയത്തിൻ്റെ കരം പിടിച്ച് നിന്റെ പിന്നാലെ ഞാൻ നടക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.